പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 SSLCയുടെ വൊക്കേഷണൽ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിന്റെ നിർബന്ധിത വൊക്കേഷണൽ വിഷയമായ ബേസിക് കമ്പ്യൂട്ടിംഗ് കോഡ് നമ്പർ 608 അതിലെ ചാപ്റ്റർ 6 ആണ്. ഇതേ ടോപ്പിക് തന്നെയാണ് +2ന്റെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ. വൊക്കേഷണൽ ആയിട്ട് 632 വൊക്കേഷണൽ അല്ലാതെ നമ്മൾ 336 ഉപയോഗിക്കുന്നു. വൊക്കേഷണൽ ഡാറ്റ എൻട്രി ആണെങ്കിൽ അത് 12ാമത്തെ ചാപ്റ്റർ ആണ്. വൊക്കേഷണൽ അല്ലാതെ 336 ഡാറ്റ എൻട്രി ആണെങ്കിൽ അത് 9ാമത്തെ ചാപ്റ്റർ. ചുരുക്കം പറഞ്ഞാൽ ഈ 3 സബ്ജക്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാപ്റ്ററാണ് ക്രിയേറ്റിംഗ് പ്രസന്റേഷൻ. സെയിം സിലബസ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ പ്രസന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 2 തരം സോഫ്റ്റ്വെയറുകളാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും രണ്ടാമത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു പ്രത്യേക കാര്യങ്ങൾ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ 2 സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തു കഴിഞ്ഞു, മൈക്രോസോഫ്റ്റ് വേർഡും എക്സൽ. ഇനി 3ാമത്തെ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. പ്രസന്റേഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ പ്രസന്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉപയോഗിക്കുന്നത് ഒന്നോ അതിലധികമോ ആളുകളുടെ മുമ്പിൽ നമ്മുടെ ആശയങ്ങള്, നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക. അത് എത്രത്തോളം ഭംഗിയായി മറ്റുള്ളവർക്ക് ആകർഷണപരമായ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. വളരെ ലളിതവും മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലും നമ്മുടെ അവതരണം നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ സ്ലൈഡുകളുടെ ലേ ഔട്ട്, ഡിസൈന്, ഫോർമാറ്റ് എന്നിവ സഹായമായ നിർദ്ദേശങ്ങളാണ് ഈ പവർ പോയിന്റ് നൽകുന്നത്. നമ്മുടെ ഐഡിയാസ്, നമ്മുടെ സ്പീച്ചസ്, ക്ലാസ് റൂം ലെക്ചർ, സെമിനാർ തുടങ്ങിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നത്? സാധാരണ കമ്പ്യൂട്ടറിന്റെ പവർ ബട്ടണൊക്കെ നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണില് ഓൾ പ്രോഗ്രാംസ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളതിൽ പോവുക. അതിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പല വെർഷൻസ് ഉണ്ടാവും. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു വരും, കമ്പ്യൂട്ടർ സ്ക്രീനിലായിട്ട് വരും. അതിൽ തന്നെ മുകളിൽ തന്നെ ഒരുപാട് റിബൺ ബട്ടൺ ഉണ്ട്, ഹോം ബട്ടൺസ് ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, ഡിസൈൻസ് ഉണ്ട്, ആനിമേഷൻസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള റിബൺ ബട്ടൺസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ തിയറി പരീക്ഷയ്ക്കും പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പവർ പോയിന്റ്. പവർ പോയിന്റിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 1. ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാനുള്ള വിവിധ രീതികൾ പവർ പോയിന്റ് നൽകുന്നത്. 2. പവർ പോയിന്റുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളുടെയും അടിസ്ഥാനം സ്ലൈഡുകൾ ഉണ്ടാക്കുക എന്നാണ്. 3. ടെക്സ്റ്റ് ചേർക്കുന്നത് വഴി നിങ്ങളുടെ ആശയങ്ങൾ വാക്കുകളായി മാറ്റാൻ സഹായിക്കുന്നു. 4. മൾട്ടിമീഡിയ സവിശേഷതകൾ നിങ്ങളുടെ സ്ലൈഡുകളെ കൂടുതൽ ഭംഗിയുള്ളതായിരിക്കുന്നു. മ്യൂസിക്, സൗണ്ട് എഫക്ട്, ക്ലിപ്പ് ആർട്ട്, വീഡിയോ ക്ലിപ്പ് മുതലായവ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. 5. പവർ പോയിന്റിൽ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരിക്കൽ സ്ലൈഡുകൾ ഉണ്ടാക്കിയ ശേഷം അവ ക്രമത്തിലാക്കുകയും സ്ലൈഡ് ഷോ ആക്കുകയും ചെയ്യുന്നതൊക്കെ ഈ പവർ പോയിന്റിലൂടെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ നോർമൽ വ്യൂ ആൻഡ് സ്ലൈഡ് സോർട്ടർ വ്യൂ. നോർമൽ വ്യൂ സ്ലൈഡ് സോർട്ടർ വ്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോർമൽ വ്യൂ സ്ലൈഡിൽ സ്ക്രീനിൽ 3 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഈ നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ 3 ഭാഗം. പ്രധാന ഭാഗത്ത് നിലവിലുള്ള സ്ലൈഡ് കാണുന്നു, ഇടത് ഭാഗത്ത് ഔട്ട്ലൈനും താഴെ ഭാഗത്ത് കുറിപ്പുകളും കാണാൻ. നോർമൽ വ്യൂ ലഭിക്കുന്നതിനായി വിൻഡോയുടെ താഴെ ഇടത് ഭാഗത്തുള്ള നോർമൽ വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. സ്ലൈഡ് സോർട്ടർ വ്യൂവിൽ ഓരോ സ്ലൈഡിന്റെയും ചെറിയ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സ്ലൈഡുകൾ തരംതിരിക്കാൻ സഹായിക്കുന്നു. സ്ലൈഡ് സോർട്ട് വ്യൂ
കാണുന്നതിനായി വിൻഡോയുടെ താഴെ ഇടതുഭാഗത്ത് സ്ലൈഡ് സോർട്ടർ വ്യൂവിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് സ്ലൈഡ് ഷോ വ്യൂ? എന്താണ് സ്ലൈഡ് ഷോ വ്യൂ എന്നാണ്. സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അതിന്റെ അവതരണം പൂർണ്ണമായ രീതിയിൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രസന്റേഷൻ നടത്തിയ ശേഷം അതിന്റെ അവതരണം പൂർണ്ണമായ രീതിയിൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈഡ് ഷോ ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യമാണ്, റൈറ്റ് ദ ടൈപ്സ് ഓഫ് സ്ലൈഡ് ലേഔട്ട് അവൈലബിൾ ഇൻ ദി MS പവർ പോയിന്റ്. MS പവർ പോയിന്റിൽ ലഭ്യമായിട്ടുള്ള വിവിധ സ്ലൈഡുകൾ ഏതൊക്കെയാണ്, ലേഔട്ടുകൾ? MS പവർ പോയിന്റിൽ 9 തരത്തിലുള്ള സ്ലൈഡ് ലേഔട്ടുകൾ ലഭ്യമാണ്. ഒന്നാമതാണ് ടൈറ്റിൽ സ്ലൈഡ്. ഒരു പ്രസന്റേഷൻ തുടങ്ങുന്നതിന് ടൈറ്റിൽ സ്ലൈഡ് ഉപയോഗിക്കുന്നു. ഒരു ടൈറ്റിലിന്റെ അടിയിൽ മറ്റൊരു ടൈറ്റിൽ കുറിപ്പോ നമുക്ക് ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിനും സാധിക്കും. രണ്ടാമത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. ഒരു പൊതുവായ വിഷയത്തിന് കീഴിലുള്ള ഒരു കൂട്ടം കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് ഈ ലേഔട്ട് ഉപയോഗിക്കുന്നത്. 3 സെക്ഷൻ ഹെഡറാണ്. ഒരു പ്രസന്റേഷന്റെ പ്രധാന ഭാഗം ഉണ്ടാക്കുന്നതിനാണ് ഈ സെക്ഷൻ ഹെഡർ ഉപയോഗിക്കുന്നത്. 4 ടു കണ്ടന്റ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് പല എലമെന്റ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് കയറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. 5 കമ്പാരിസൺ ആണ്. പ്രോ കോൺ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ 6ാമത് ടൈറ്റിൽ ഓൺലിയാണ്. ഇതൊരു പ്രസന്റേഷൻ തുടങ്ങുന്നതിന് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഈ ലേഔട്ടിൽ മറ്റ് സബ് ടൈറ്റുകൾ ഉൾപ്പെടുത്തേണ്ടത്. 7 ബ്ലാങ്ക് ആണ്. ഒരു ബ്ലാങ്ക് സ്ലൈഡ് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നു. 8 കണ്ടന്റ് ആൻഡ് ക്യാപ്ഷൻ ആണ്. 9 പിക്ചർ വിത്ത് ക്യാപ്ഷൻ ആണ്. ഒരു ലിങ്ക്ഡ് പ്രൊജക്റ്റിൽ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ ഉണ്ടാക്കാനുള്ള വിവിധ മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഒരു പവർ പോയിന്റ് തുടങ്ങുമ്പോൾ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് കാണുന്നത്. രണ്ടാമത് ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ് ആണ്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. 3 ഡിസൈൻ ടെംപ്ലേറ്റ് ആണ്. ഇൻസ്റ്റാൾഡ് തീം ബോക്സിൽ സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമായ ഡിസൈൻ ടെംപ്ലേറ്റ് ലഭ്യമാണ്. ഇനി 6ാമത്തെ ചോദ്യമാണ്, റൈറ്റ് ദ മെത്തേഡ് ആൻഡ് യൂസ് ദി ഹൈഡ് ആൻഡ് അൺഹൈഡ് എ സ്ലൈഡ്. സ്ലൈഡ് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനുള്ള പല രീതികളാണ്. ഒരു സ്ലൈഡ് ഷോയും ഒരു സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാതെ തന്നെ അതിനെ കാണിക്കാതിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹൈഡ് ചെയ്യാൻ. സ്ലൈഡ് പാനിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് സെലക്ട് ചെയ്യാം. അത് ഹൈഡ് ആവും. ഒന്നും കൂടി റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അൺഹൈഡ് ആവുകയും ചെയ്യും. ഇനി അടുത്താണ്, വാട്ട് ഈസ് പ്ലോട്ടർ ആണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. നമ്മൾ സാധാരണ പ്രിന്ററിന് പകരമായിട്ട് വലിയ വലിയ പിക്ചറുകൾ, ഇമേജുകൾ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ വർക്കർമാർ, സിവിൽ എഞ്ചിനീയർമാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. അവരുടെയൊക്കെ ഇമേജുകളൊക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ചോദ്യമാണ് 8ാമത്, ഹൗ ടു സേവ് യുവർ പ്രസന്റേഷൻ ആസ് എ ഫയൽ. പ്രസന്റേഷൻ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓഫീസ് ബട്ടൺ സെലക്ട് ചെയ്യുക. 2 സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 3ാമത് സേവ് ആസ് എന്ന വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ ഫയൽ നെയിം കൊടുക്കുക, ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത 9ാമത്തെ ചോദ്യമാണ്, ഹൗ ഡു യു പ്രിന്റ് സ്ലൈഡ് ഇൻ യുവർ പവർ പോയിന്റ് 2007. പവർ പോയിന്റ് 2007ലെ സ്ലൈഡുകൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക? അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 2 പ്രിന്റ് ചെയ്യാനുള്ള വിൻഡോ പ്രത്യക്ഷമാവാൻ പ്രിന്റർ നെയിം, കോപ്പിയുടെ എണ്ണം, പേപ്പർ സൈസ് എന്നിവ സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി 10ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ടു ഇൻസേർട്ട് ബുള്ളറ്റ് ലിസ്റ്റ് ഇൻ എ ടെക്സ്റ്റ് ബോക്സ് ഇൻ എ സ്ലൈഡ്. സ്ലൈഡിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് സെലക്ട് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. 2 ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക. 3 ബുള്ളറ്റ് അല്ലെങ്കിൽ നമ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബുള്ളറ്റ് സെലക്ട് ചെയ്യുക. 4 ഓക്കെ ക്ലിക്ക്. ഇനി 11ാമത്തെ ചോദ്യമാണ്, റൈറ്റ് അബൌട്ട് എ സ്ലൈഡ് വ്യൂ. ഒരു സ്ലൈഡ് വ്യൂവിനെ കുറിച്ചൊരു വിവരിക്കാനാണ്. ഒരു സ്ലൈഡ് ഉണ്ടാക്കുമ്പോഴും അത് പ്രസന്റ് ചെയ്യുമ്പോഴും പവർ പോയിന്റിലെ മൾട്ടിപ്പിൾ വ്യൂ വളരെ സഹായമാണ്. അതേപോലെ തന്നെ നോർമൽ വ്യൂ, സ്ലൈഡ് സ്ലോട്ടർ, സ്ലൈഡ് വ്യൂ എന്നിങ്ങനെ 3 തരമുണ്ട്. വ്യൂസ് ആണ് ഉള്ളത്. ആദ്യത്തെ 2 വ്യൂസും പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും 3ാമത്തെ വ്യൂ ഒരു പ്രസന്റേഷന്റെ സ്ലൈഡ് ഷോക്കും സഹായിക്കുന്നുണ്ട്. പവർ പോയിന്റ് വിൻഡോയുടെ താഴെ ഇടത് ഭാഗത്തുള്ള ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാം. ഇനി അടുത്ത ചോദ്യമാണ് 12ാമത്തത്, ഹൗ മെനി എലമെന്റ്സ് ആർ ഷോൺ ഇൻ ദ സ്ലൈഡ് ടെക്സ്റ്റ് ബോക്സ്. ഒരു സ്ലൈഡ് ടെക്സ്റ്റ് ബോക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ട്?
ഉത്തരം 6 എണ്ണം. 1 ഇൻസേർട്ട് സ്മാർട്ട് ടേബിൾ, 2 ഇൻസേർട്ട് ചാർട്ട്, 3 ഇൻസേർട്ട് ആർട്ട് ഗ്രാഫിക്സ്, 4 ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയല്, 5 ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട്, 6 ഇൻസേർട്ട് മീഡിയ ക്ലിപ്പ്. ഇനി 13ാമത്തെ ചോദ്യമാണ് ഗീവ് സം ഗൈഡ് ലൈൻസ് ടു പ്രിപ്പയർ ബെസ്റ്റ് സ്ലൈഡ്. നല്ല സ്ലൈഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് പറയുന്നത് യൂസ് കോൺട്രാസ്റ്റ് കളർ ഫോർ ദ ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ടെക്സ്റ്റും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കോൺട്രാസ്റ്റ് കളർ കൊടുത്താൽ പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയും. രണ്ടാമത് പറയുന്ന ഫോൺ സൈസ് 24 അതിൽ കൂടുതലോ ആണെങ്കിൽ പ്രസന്റേഷൻ റൂമിൽ പുറകിൽ ഇരിക്കുന്നവർക്കും വ്യക്തമായി കാണാൻ സാധിക്കും. 3 യൂസ് ചെറിയ വാചകങ്ങളും ഫ്രൈസുകളും ഉപയോഗിക്കാം. 4 സിമ്പിൾ സ്ലൈഡ് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാം. 5 ഒരു സ്ലൈഡിൽ ആവശ്യത്തിന് മാത്രം ടെക്സ്റ്റ്, ഗ്രാഫിക്സ് മുതലായവ ഉൾപ്പെടുത്തുക. 6 കീപ് ടെക്സ്റ്റ് സിമ്പിൾ ആൻഡ് ഈസിയാണ്. ഫോണ്ട് സൈസ്, ബോൾഡ്, ഇറ്റാലിക്സ് ഇതൊന്നും ഉൾപ്പെടുത്താതിരിക്കുക എന്നതാണ്. ഇനി അടുത്ത 14ാമത്തെ ചോദ്യമാണ് ഹൗ ഡു യു മൂവ് ഫ്രം വൺ സ്ലൈഡ് ടു അനദർ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മാറ്റുന്നത് എങ്ങനെ? അതിന് ഫസ്റ്റ് വേണം യൂസിങ് സ്ക്രോൾ ബാർ ഉപയോഗിക്കണം. 2 യൂസിങ് നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് പ്രീവിയസ് സ്ലൈഡ് ബട്ടൺ ഉപയോഗിക്കണം. 3 യൂസിങ് ഔട്ട്ലൈൻ പെയിൻ ഉപയോഗിക്കണം. സ്ക്രോൾ ബാർ ഉപയോഗിച്ചും നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് പ്രീവിയസ് സ്ലൈഡ് ഉപയോഗിച്ചും ഔട്ട്ലൈൻ പെയിൻ ഉപയോഗിച്ചും ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി 15ാമത്തെ ചോദ്യമാണ് ഹൗ ഡു യു ആഡ് എ നോട്ട് ടു യുവർ സ്ലൈഡ്. സ്ലൈഡിൽ നോട്ട് ചേർക്കുന്നത് എങ്ങനെ? ഇപ്പൊ നോർമൽ വ്യൂവിൽ നമുക്കൊരു സ്ലൈഡിൽ നോട്ട് ചേർക്കാൻ സാധിക്കും. ഇത് പ്രസന്റേഷന് കാണാനും സാധിക്കില്ല. എങ്കിലും സ്ലൈഡിനോടൊപ്പം പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 16 എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഇൻ ഇൻസേർട്ട് എ ടെക്സ്റ്റ് ബോക്സ് ഇൻ എ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഒരു സ്ലൈഡിൽ ടെക്സ്റ്റ് ചേർക്കുന്നതിനായി ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നു. ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നോ അതിലധികമോ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാകും. പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പവർ പോയിന്റിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഷോർട്ട് കട്ട് കീകൾ ഞാൻ വായിക്കാം. ഒരു പ്രസന്റേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ Ctrl+O. പുതിയൊരു പ്രസന്റേഷന് തുടങ്ങണമെങ്കിൽ Ctrl+N. സേവ് ചെയ്യണമെങ്കിൽ Ctrl+S. പ്രിന്റ് ചെയ്യണമെങ്കിൽ Ctrl+P. സെലക്ട് ഓൾ ചെയ്യണമെങ്കിൽ Ctrl+A. കോപ്പി ചെയ്യണമെങ്കിൽ Ctrl+C. പേസ്റ്റ് ചെയ്യണമെങ്കിൽ Ctrl+V. കട്ട് ചെയ്യണമെങ്കിൽ Ctrl+X. നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ്, മൈക്രോസോഫ്റ്റ് വേർഡിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കണം. തിയറി ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഈ ഗൈഡുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് അത് മുന്നിൽ വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്ത് നോക്കണം. അത് ലാപ്ടോപ്പ് ആയാലും വേണ്ട, കമ്പ്യൂട്ടറിലായാലും നിങ്ങൾ ചെയ്ത് പരിശീലിപ്പിക്കേണ്ടതാണ് എന്നുള്ളത് അറിയിക്കുന്നു. ഏതൊരു സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.